മന്ത്രിമാരെ സംബന്ധിച്ച വകുപ്പുകളിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇനി വകുപ്പുകൾ സംബന്ധിച്ച് ഇനി മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകാത്ത ചിലരുണ്ട്. അതിൽ ഒരാൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല. രമേശ് ചെന്നിത്തല വീണ്ടും ആഭ്യന്തരമന്ത്രി ആകുന്നു എന്നതാണ് സാങ്കേതികമായി ശരി. അങ്ങനെ രമേശ് ചെന്നിത്തല ചുമതലയേൽക്കുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ മുന്നിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പോലീസ് സേന, അത് നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ ഏതാണ്ടൊരു തുടർച്ചയാണ് ഈ പോലീസ് സേനയിൽ ഇപ്പോഴും നടക്കുന്നത്. പോലീസ് സേനയിലെ സല്യൂട്ട് പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നിരക്കുന്ന തരത്തിൽ അല്ല. ഈ കാലിൻ്റെ ചലനങ്ങൾ ഉൾപ്പെടെ അത് ആരോഗ്യത്തിന് ദോഷകരമാകുന്ന തരത്തിലാണ്. മാർച്ച് പാസ്റ്റിൻ്റെ രീതികളിൽ പോലും മാറ്റമുണ്ടാകണമെന്നൊക്കെ മെഡിക്കൽ രംഗത്ത് നിന്ന് കുറേ നാളുകളായി പല സജഷനുകളും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പോലീസ് സേന നേരിടുന്ന മാനസിക സമ്മർദ്ദം. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലും പോലീസിനെ കുറ്റപ്പെടുത്താറുണ്ട് എങ്കിൽ പോലും ജോലി സമയത്ത് അവർ എടുക്കുന്ന ടെൻഷൻ എന്നത് അത്രമേൽ വലുതാണ് എന്നതാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടികൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഈ സമര കാലഘട്ടം ഒക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അക്കാര്യങ്ങൾ കണ്ടതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ, അതിൽ തന്നെ എപ്പോഴും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ കയ്യടിക്ക് വേണ്ടി നേരെ ഡയലോഗ് അടിക്കുന്നത് പോലീസിന് നേരെയാണ്, ഭരണകൂടത്തിന് നേരെയല്ല. പോലീസിനെ ശരിയാക്കാം എന്ന തരത്തിലും പോലീസ് ഞങ്ങൾക്ക് നേരെ വരണ്ട എന്ന തരത്തിലുമൊക്കെയുള്ള പ്രസംഗങ്ങൾക്കാണ് കയ്യടികൾ ലഭിക്കാറുള്ളത്. അങ്ങനെ എല്ലാത്തിനും പോലീസിലേക്ക് പഴിചാരുന്ന അല്ലെങ്കിൽ പോലീസിനെ ചൂണ്ടുന്നൊരു സാഹചര്യം ഉണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. അവിടെ ഈ മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് സേനയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായി അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഇമ്മീഡിയറ്റായി വിളിക്കുന്നത് പോലീസിനെയാണ്. പോലീസിന് അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ, മികച്ച വാഹനം വേണം, ആ വാഹനത്തിന് നല്ല ക്ഷമതയുണ്ടാകണം, പോലീസിന് കൃത്യമായി ഇന്ധനം നിറയ്ക്കുവാനുള്ള അവസരം നൽകണം. അങ്ങനെ കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമാണ് ഈ പോലീസ് സേനയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിലടക്കം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പുതിയ ആഭ്യന്തര മന്ത്രിയിൽ പ്രതീക്ഷ പുലർത്തുകയാണ് സേനയിലെ വലിയൊരു വിഭാഗം എന്നതാണ്. നമുക്ക് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ മന്ത്രിയായി, അതായത് പോർട്ട്ഫോളിയോ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം അതിലൊരു ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ പ്രയോറിറ്റി ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റ് വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണമായിരിക്കും ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇന്ന് ഈ ഗവൺമെന്റ് അധികാരമേൽക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും സ്വൈര ജീവിതം ഉറപ്പുവരുത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയ കേരള ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മന്ത്രിമാരുടെയും ഉത്തരവാദിത്വം ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ. 40 വർഷം മുമ്പ് ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അങ്ങനൊരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഏത് വകുപ്പ് ഞാൻ തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പൊ ഏത് വകുപ്പ് ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൂടി കേട്ട ശേഷമാണ് പിന്നെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. അക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ വന്ന് 2 തവണ കണ്ടപ്പോഴും അദ്ദേഹം ഏത് വകുപ്പ് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം അതിലൊന്നും ഒരു പ്രശ്നവും നമുക്കില്ല. പിന്നെ ചേരണോ വേണ്ടയോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എൻ്റെ മണ്ഡലത്തെ ഹരിപ്പാട്ടെ ജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് ചേരുന്നത്. അത് ഞാൻ പിന്നീട് സംസാരിക്കാം. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്നുണ്ടാവും, അതിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ പിന്നെ പ്രഖ്യാപനത്തിന് അർത്ഥമില്ലാതെ ഞാൻ ഹാപ്പി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. കാരണം ക്രമസമാധാന നില പൂർണ്ണമായും സംരക്ഷിച്ച് ജനങ്ങൾക്ക്
സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ളതാണ്. അതിനുള്ള പരിശ്രമമായിരിക്കും ഞാൻ നടത്തുന്നത്. മന്ത്രിസഭയാണോ തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ടേ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അവരോടെന്താ പറയാനുള്ളത് പുതിയതായി മന്ത്രി ചുമതലയേൽക്കുന്ന ആളുകളോടൊക്കെ? അവർ കഠിനാധ്വാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം. മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കഠിനാധ്വാനത്തിലൂടെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കാനുള്ളതാണ് എല്ലാവരുടെയും കടമ. പിന്നെ നമ്മളെ അധികാരത്തിലേറ്റ് ജനങ്ങളുടെ താല്പര്യം, പ്രവർത്തകരുടെ താല്പര്യം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പനും ചുണ്ടനും അല്ല, അതൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ നമ്മളല്ലല്ലോ തീരുമാനം പലപ്പോഴും, നമ്മുടെ പാർട്ടിയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്ത് പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു പാരമ്പര്യമാണ് എനിക്കിന്ന് മുതൽ. 26-ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. 28-ാമത്തെ വയസ്സിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇന്ന് വരെ ആരും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. യെസ്, അതാണ് 28-ാമത്തെ വയസ്സിൽ മന്ത്രിയായ രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ തീർച്ചയായും ഈ പോലീസ് സേനയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, സ്മൂത്തായി കാര്യങ്ങൾ പോകുമെന്നാണ് പ്രതീക്ഷ. അത് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.